സോ നെക്സ്റ്റ് നമുക്കുള്ള പോളിമറൈസേഷൻ ടെക്നിക്കാണ് കോർഡിനേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനെ സീഗ്ലർ നെറ്റ പോളിമറൈസേഷൻ എന്നും പറയും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ പോളിമറൈസേഷൻ ഡിസ്കവർ ചെയ്തത് സീഗ്ലർ ആൻഡ് നെറ്റയാണ്. ഓക്കെ, ഈ രണ്ട് സയൻറ്റിസ്റ്റുകളാണ് ഇത് ഡിസ്കവർ ചെയ്തത് യൂസിങ് കോംപ്ലക്സ് സോളിഡ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് സീഗ്ലർ നെറ്റ കാറ്റലിസ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഈ ഒരു പോളിമറൈസേഷൻ നമ്മൾ ചെയ്യുന്നത്, ഈ ടെക്നിക്ക്, ഈ ഒരു റിയാക്ഷൻ നമ്മൾ നടത്തുന്നത്. ഓക്കെ, എന്താണ് സീഗ്ലർ നെറ്റ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ എ പാർട്ടിൽ ചോദിക്കാം. അതിനകത്ത് ട്രാൻസിഷൻ മെറ്റൽ ക്ലോറൈഡ്സ് കാണും. എക്സാമ്പിൾ ടൈറ്റാനിയം ക്ലോറൈഡ്. ആൻഡ് ആൻ ആൽക്കൈൽ അലൂമിനിയം കോമ്പൗണ്ട് കാണും. അതാണ് അതിൻ്റെ ഫുള്ളാണ്. അപ്പം TiCl4 AlC2H5 ത്രൈസ്. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചറും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സീഗ്ലർ നെറ്റ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ട്രാൻസിഷൻ മെറ്റൽ ക്ലോറൈഡ്സും കാണും, ഒരു ആൽക്കൈൽ അലുമിനിയം കോമ്പൗണ്ടും കാണും. സീഗ്ലർ ആൻഡ് നെറ്റ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുകളാണ് ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ പേര് സീഗ്ലർ നെറ്റ പോളിമറൈസേഷൻ എന്ന് വന്നത്. ഓക്കെ, ഈ റിയാക്ഷൻ നടത്തുന്നത് ഇനേർട്ട് സോൾവെൻറ്റ്, ഹെപ്റ്റൈൻ പോലെയുള്ള ഇനേർട്ട് സോൾവെൻസിലാണ് നടത്തുന്നത്. റിയാക്ഷൻ വളരെ മൈൽഡ് കണ്ടീഷൻസിലാണ് നടക്കുന്നത്, എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ വിതൗട്ട് ഹൈ പ്രഷർ. ഓക്കെ, ലീനിയർ പോളിമർ മോളിക്യൂൾസ് ആയിരിക്കും ഇവ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഹൈ സ്റ്റീരിയോ കെമിക്കൽ കൺട്രോളാണ് റിസൾട്ടിങ് പോളിമേഴ്സിൽ. നമ്മളിപ്പം സ്റ്റീരിയോ കെമിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു ടേം കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. എന്താണ്, നമുക്കിപ്പം സിസ് ട്രാൻസ് എന്ന് പറയുന്ന രണ്ട് ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഒരു കോമ്പൗണ്ടിനുണ്ടെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റ് സിസ് വേണോ ട്രാൻസ് വേണോ എന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് സ്റ്റീരിയോ കെമിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഈ ഒരു പോളിമറൈസേഷൻ്റെ. ഇറ്റ്സ് ഹാവ് എ ഹൈ ഓർഡർ ഓഫ് സ്റ്റീരിയോ കെമിക്കൽ കൺട്രോൾ ഇൻ ദ റിസൾട്ടിങ് പോളിമേഴ്സ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ 1,3-ബ്യൂട്ടാഡൈനെ പോളിമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ സീഗ്ലർ നെറ്റ പോളിമറൈസേഷൻ വഴി ഇത് ചെയ്ത് കഴിഞ്ഞാൽ, റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ 100% Cis-1,4 പോളിബ്യൂട്ടാഡൈനെ ഉണ്ടാവത്തുള്ളൂ, 1,4 അഡീഷൻ വെച്ചിട്ട്. അതേപോലെ ഐസോപ്രീനെ നമ്മൾ പോളിമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 100% Cis-1,4 പോളി ഐസോപ്രീനെ നമുക്ക് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കോർഡിനേഷൻ പോളിമറൈസേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് സ്റ്റീരിയോ കെമിക്കൽ കൺട്രോൾ വഴി നമുക്ക് വേണ്ട പ്രോഡക്റ്റ് നമുക്ക് സിന്തസൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് അത് പറയുന്നത്. സോ ഇവിടെ നോക്കിയേ, ഇതാണ് ഐസോപ്രീൻ യൂണിറ്റ് ആണ്. ഇത് ഐസോപ്രീൻ മോണോമറാണ്. ഇതാണ് പോളി ഐസോപ്രീൻ എന്ന് പറഞ്ഞാൽ ഇതിലത്തെ കുറേ ഐസോപ്രീൻ യൂണിറ്റ് കമ്പൈൻ ചെയ്തുണ്ടായിരിക്കുന്ന പോളിമറാണ് പോളി ഐസോപ്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നോക്കിയേ, ഇവിടെ നടക്കുന്നത് CH2 ഡബിൾ ബോണ്ട് CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതാണ് ഐസോപ്രീൻ എന്ന് പറയുന്നത്. ഇവിടെ ബോണ്ട് ഷിഫ്റ്റിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകുമ്പോഴത്തേക്ക് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുന്നു. സോ നമ്മുടെ പോളി ഐസോപ്രീനിൽ എങ്ങനെ വരുന്നു? ഇവിടുത്തെ ഡബിൾ ബോണ്ട് പോകുന്നു, അതാണ് ഇവിടെ സിംഗിൾ ബോണ്ട് വന്നേക്കുന്നത്. ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നു, ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നു, ആൻഡ് ഇവിടെ സിംഗിൾ ബോണ്ട് ആവുന്നു. ഓക്കെ, അത്രേ ഇതിനകത്ത് നടന്നിട്ടുള്ളൂ. ബോണ്ടുകളുടെ ഷിഫ്റ്റിംഗ് മാത്രമേ ഇതിൽ നടന്നിട്ടുള്ളൂ പോളിമർ ആകാനായിട്ട്. ഓക്കെ, ആൻഡ് അതിൻ്റെ മെക്കാനിസം നോക്കാം. അഡീഷൻ പോളിമറൈസേഷൻ. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ഡ്യൂറിങ് അഡീഷൻ പോളിമറൈസേഷൻ ആൽക്കൈൽ അലൂമിനിയം ആക്ട്സ് ആസ് ലൂയിസ് ആസിഡ്. ഓക്കെ, ആൽക്കൈൽ, അത് ഓർത്ത് വെച്ചോണം. എന്താണ് ലൂയിസ് ആസിഡും എന്താണ് ലൂയിസ് ബേസുമായിട്ട് ആക്ട് ചെയ്യുന്നത്? ഇവിടെ ആൽക്കൈൽ അലൂമിനിയം ആയിട്ടുള്ള കോമ്പൗണ്ടാണ് നമ്മുടെ ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഏത് സീഗ്ലർ നെറ്റ കാറ്റലിസ്റ്റിൽ ആൽക്കൈൽ അലൂമിനിയം കോമ്പൗണ്ടാണ് നമ്മുടെ ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നതും ടൈറ്റാനിയം ക്ലോറൈഡ് ആണ് നമ്മുടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്ത് ഒരു കോർഡിനേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാകുന്നത്. ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു ട്രൈ ആൽക്കൈൽ അലൂമിനിയത്തിലേക്ക് ആൻഡ് ടു ലോവർ വാലൻസി സ്റ്റേറ്റ് വിച്ച് കോർഡിനേറ്റ്സ് വിത്ത് പൈ ബോണ്ട് ഓഫ് ദ മോണോമർ. നമ്മുടെ അത്രയും ഡീപ്പിലേക്ക് നമുക്ക് പോവണ്ട. അവിടുത്തെ സീഗ്ലർ നെറ്റ കാറ്റലിസ്റ്റിലെ ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. അതാണ് നമ്മുടെ മോണോമറിൻ്റെ പൈ ബോണ്ടിലേക്ക് കയറുന്നത്. അത്രയും ഒരു ഐഡിയ ഉണ്ടായാൽ മതി. ഹൈലി സ്റ്റീരിയോ സ്പെസിഫിക് പോളിമറിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്ക് എപ്പോൾ വേണേലും നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ അത് ടെർമിനേറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. സോ ഇതാണ് ഇവിടുത്തെ മെക്കാനിസമായിട്ട് ഇവർ തന്നേക്കുന്നത്. ലൂയിസ് ബേസ്, M എന്ന് പറഞ്ഞ മെറ്റലാണ്, R ഒരു ഗ്രൂപ്പാണ്. ഇതാണ് നമ്മുടെ മോണോമർ എന്ന് പറയുന്നത്. ഇതാണ്
ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത്. സോ ഈ ബോണ്ട് M1ലേക്ക് ഷിഫ്റ്റ് ആവുന്നു, ഈ ബോണ്ട് എന്താണ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുന്നു അടുത്ത കാർബണിലേക്ക്. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ M+6 ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു, അതാണ് ഈ ബോണ്ട് എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഇവിടുത്തെ ഡബിൾ ബോണ്ട് മാറിയിട്ട് സിംഗിൾ ബോണ്ട് ആവുന്നത്, അത് CC ബോണ്ട്. ആൻഡ് M1 മൈനസ് ചാർജ് ഇവിടെ വരുന്നു. ഓക്കെ, അങ്ങനെ പ്ലസ് ചാർജും മൈനസ് ചാർജും ഉള്ളൊരു എന്താണ് എൻഡിൽ പ്ലസും മൈനസും വരുന്നൊരു ഇതായിട്ട് മാറുന്നു. ആൻഡ് വീണ്ടും നമ്മൾ മോണോമർ ആഡ് ചെയ്താൽ C+C ആഡ് ചെയ്താൽ ആ C+C ഇതിൻ്റെ നടുക്കോട്ട് കയറുന്നു. അങ്ങനെ 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 എത്ര മോണോമർ ആഡ് ചെയ്യുന്നോ അത്രയും ചെയിൻ വലുതായി 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 വരും. നമുക്ക് വേണ്ടപ്പോൾ എന്ത് ചെയ്യാം, അത് ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടുത്തെ മെക്കാനിസം. സിമ്പിൾ മെക്കാനിസം ആണ്. ഇതാണ് നമ്മുടെ സീഗ്ലർ-നറ്റാ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ആൽക്കൈൽ അലൂമിനിയം കോമ്പൗണ്ട് ഉണ്ട്, അതാണ് ആൽക്കൈൽ അലൂമിനിയം കോമ്പൗണ്ട് ആണ്. Alന്റെ ചുറ്റിനും ഇത് ആൽക്കൈൽ ഗ്രൂപ്പുകളായിരിക്കും, അത് വ്യത്യസ്ത ആൽക്കൈൽ ഗ്രൂപ്പുകളാകാം. C2H5 ത്രൈസ് ആണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. സോ അത് മാത്രം ആകണമെന്നില്ല, വേറെ ആൽക്കൈൽ ഗ്രൂപ്പും വരാം. അതുകൊണ്ടാണ് ആൽക്കൈൽ അലൂമിനിയം കോമ്പൗണ്ട് എന്നതിനെ പറയുന്നത്. പിന്നെന്താണ്, ട്രാൻസിഷൻ മെറ്റൽ ക്ലോറൈഡ് അവിടെ കാണാം, അതാണ് ടൈറ്റാനിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. അങ്ങനെ 2 പാർട്ടുകളായിട്ടാണ് നമ്മുടെ വരുന്നത്, സീഗ്ലർ-നറ്റാ കാറ്റലിസ്റ്റ് വരുന്നത്. ഇത് കണ്ട ആൽക്കൈൽ അലൂമിനിയം കോമ്പൗണ്ടും ടൈറ്റാനിയം ക്ലോറൈഡിൽ നിന്നും പ്രിപ്പയർ ചെയ്ത സീഗ്ലർ-നറ്റാ കാറ്റലിസ്റ്റ് ആണ് ഇത് സീഗ്ലർ-നറ്റാ കാറ്റലിസ്റ്റ് ആണ്. ഇത് ആവണമെന്നില്ല, ആൽക്കൈൽ ഗ്രൂപ്പ് മാറുന്തോറും അതിൻ്റെ പേരും എല്ലാം മാറുന്നു, മാറ്റം വരുന്നു. ഓക്കെ, അതുപോലെ ഇത് വെച്ചിട്ട് ഇപ്പം നമുക്ക് പോളി ഐസോപ്രീനെയാണ് സിന്തസൈസ് ചെയ്തതെങ്കിൽ, ഇത് വെച്ചിട്ട് നമ്മളിപ്പോൾ പോളി ഐസോപ്രീനെ സിന്തസൈസ് ചെയ്തെങ്കിൽ ഇതിനകത്ത് ആൽക്കൈൽ ഗ്രൂപ്പ് മാറും തോറും അത് സിന്തസൈസ് ചെയ്യുന്ന പോളിമേഴ്സിനും എന്ത് ആയിക്കൊണ്ടിരിക്കും, മാറ്റം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്, സീഗ്ലർ-നറ്റാ പോളിമറൈസേഷൻ ഈസ് ആപ്ലിക്കബിൾ ടു പോളിമറൈസേഷൻ ഓഫ് ആൽഫ ഒളിഫീൻസ്. ഒളിഫീൻസ് എന്ന് പറഞ്ഞാൽ ആൽക്കീൻസ് എന്ന് തന്നെയാണ്. പ്രൊഡക്റ്റ് സ്റ്റെറിക്കലി കൺട്രോൾഡ് പോളിമർ ആയിരിക്കും വരുന്നത്, നമുക്ക് സ്റ്റെറിക്കലി കൺട്രോൾഡ് പോളിമർ ആയിരിക്കും. വെൽ നോൺ പോളിമർ പോളിത്തീൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീഗ്ലർ-നറ്റാ പ്രോസസ്സ് വഴിയും സിന്തസൈസ് ചെയ്യാൻ പറ്റും. വെർച്വലി അൺബ്രാഞ്ചഡും മെക്കാനിക്കലി സ്ട്രോങ്ങർ ദാൻ ഫ്രീ റാഡിക്കൽ ഇൻഡ്യൂസ്ഡ് പോളിത്തീൻ വിച്ച് ഈസ് ഹൈലി ബ്രാഞ്ച്ഡ്. ഫ്രീ റാഡിക്കൽ വെച്ച് പോളിത്തീനെ സിന്തസൈസ് ചെയ്യാം. അത് വെച്ച് സിന്തസൈസ് ചെയ്ത് കഴിയുമ്പം ഹൈലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള പോളിത്തീനുമാണ് കിട്ടുന്നത്, മെക്കാനിക്കലി അത്രയും സ്ട്രോങ്ങറും അല്ല. ഓക്കെ, പക്ഷേ ഈ സീഗ്ലർ-നറ്റാ പ്രോസസ്സ് വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അൺബ്രാഞ്ച്ഡുമാണ്, മെക്കാനിക്കലി സ്ട്രോങ്ങർ ആയിട്ടുള്ള പോളിമറും നമുക്ക് എന്ത് ചെയ്യും, കിട്ടുകയും ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സീഗ്ലർ-നറ്റാ പോളിമറൈസേഷൻ അല്ലെങ്കിൽ കോർഡിനേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത വളരെ എളുപ്പമായിട്ടുള്ളൊരു സാധനമാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ അല്ലെങ്കിൽ പോളി കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ 2 മോണോമർ യൂണിറ്റ് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സിമ്പിൾ മോളിക്യൂൾസ് എലിമിനേറ്റ് ആവും. എന്ന് പറഞ്ഞാൽ ചിലപ്പം വാട്ടർ ആയിരിക്കും, ചിലപ്പോൾ അമോണിയ ആയിരിക്കും. ഒരു വലിയ ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള പ്രൊഡക്റ്റ് കിട്ടാനായിട്ട് ചെറിയ മോളിക്യൂൾസിൻ്റെ എലിമിനേഷൻ നടക്കും. അതാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. കണ്ടൻസേഷനും കോർഡിനേഷനും ഒരിക്കലും തിരിഞ്ഞു പോകരുത്. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടൻസ്ഡ് ആവുക. ഓക്കെ, അവിടെ ഒരു സിമ്പിൾ മോളിക്യൂൾസിൻ്റെ എലിമിനേഷൻ നടക്കുക. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ബേസിക് മോണോമർ യൂണിറ്റ്സ് കമ്പൈൻ ത്രൂ എ കണ്ടൻസേഷൻ റിയാക്ഷൻ ബൈ ദ എലിമിനേഷൻ ഓഫ് സിമ്പിൾ മോളിക്യൂൾ ലൈക്ക് വാട്ടർ, അമോണിയ ടു ഗീവ് എ ഹൈ മോളിക്കുലർ വെയിറ്റ്. ഓക്കെ, ഇതിനകത്ത് ബൈഫങ്ഷണലോ പോളിഫങ്ഷണൽ മോളിക്യൂൾസോ മോണോമർ ആയിട്ട് വരാം. ഇത്രയും നേരം നമ്മൾ കണ്ടത് സിമ്പിൾ മോണോമേഴ്സ് ആണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇതിനകത്ത് മോണോമേഴ്സ് ഉണ്ടോ, ഒരു മോണോമർ അഡിപ്പിക് ആസിഡ് ആണെങ്കിൽ ഒരു മോണോമർ ഹെക്സാമെഥിലീൻ ഡയമീൻ ആണ്. അതുപോലത്തെ പോളിഫങ്ഷണൽ മോണോമേഴ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വഴി പ്രിപ്പയർ ചെയ്യുന്ന പോളിമേഴ്സാണ് നൈലോണ്, ടെർലീന് എന്ന് പറയുന്ന പോളിമേഴ്സാണ് നമ്മൾ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വഴി പ്രിപ്പയർ ചെയ്യുന്നത്. നൈലോൺ എന്ന് പറഞ്ഞാൽ അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലീൻ ഡയമീൻ്റെയും കൂടി കണ്ടൻസേഷൻ പ്രൊഡക്റ്റാണ് നൈലോൺ എന്ന് പറയുന്നത്. സോ ഈ നൈലോൺ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് അഡിപ്പിക് ആസിഡിൻ്റെ എന്തറിയണം, ഫോർമുല അറിയണം, ഹെക്സാമെഥിലീൻ ഡയമീൻ്റെ ഫോർമുല അറിയണം. രണ്ടിൻ്റെയും ഫോർമുല അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് നൈലോൺ എന്ന് പറയുന്ന പ്രോഡക്റ്റ് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ,
ഓക്കെ, ഇതാണ് അഡിപ്പിക് ആസിഡ്, ഇതാണ് ഹെക്സാമെഥിലീൻ ഡയമീൻ. ഇതിനകത്തുനിന്ന് ഒരു മോളിക്യൂൾ വാട്ടർ പോകുമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് OH പോകും, ഇവിടുന്ന് ഒരു H പോകും. സോ നമുക്ക് CO വരെ പ്രോഡക്റ്റ് എഴുതാം. ബാക്കി NH CH2 6 NH CO CH2 4. ഓക്കെ, ഇവിടെ കണ്ടോ NH CH2 6 NH. ഓക്കെ, ഇവിടെ നിന്നൊരു മോളിക്യൂൾ വാട്ടർ പോയതുപോലെ ഇവിടെ അടുത്ത മോളിക്യൂൾ അഡിപ്പിക് ആസിഡ് ഉണ്ട്. അഡിപ്പിക് ആസിഡ് വരും എന്ന് കരുതിയാണ് ബാക്കി പ്രൊഡക്റ്റ് എഴുതിയിരിക്കുന്നത് അവിടെ. സോ ഇവിടെ നിന്ന് ഒരു H പോയി, ഇവിടെ നിന്ന് OH പോയി കഴിഞ്ഞാൽ വീണ്ടും NH CO CH2 4 ടൈംസ് CO. അങ്ങനെ ഇതാണ് അവിടുത്തെ റിപ്പീറ്റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു മോളിക്യൂൾ വാട്ടർ പോയി കഴിഞ്ഞിട്ടാണ്, അതാണ് അത് N-1 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ്റെ എക്സാമ്പിൾ എഴുതുന്നത്. ആൻഡ് ഈ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും എക്സാമ്പിൾ എഴുതണം. എക്സാമ്പിളിന് മാർക്കുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ പഠിച്ചു വെച്ചാലും മതി. എന്താണ് നൈലോൺ. അതാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷനും കോർഡിനേഷൻ പോളിമറൈസേഷനും.